ഹലോ, എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് മീൻ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു ബെലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മീൻ പൊള്ളിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് അയിലയാണ്. അപ്പോൾ അയില ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അയില തന്നെ എടുക്കണമെന്നില്ല, അതിന് പകരമായിട്ട് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കഷ്ണമീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മസാലക്കൂട്ടിനായിട്ട് നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിന ഇലയാണ്. അപ്പോൾ രണ്ടും ഞാൻ ഓരോ പിടി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൂടം വെളുത്തുള്ളിയാണ്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയും നമ്മൾ അരച്ചെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കാന്താരിയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് എടുക്കാം, ഒരു 7-8 പച്ചമുളക് എടുക്കാവുന്ന കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട കുരുമുളകാണ്. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ട് നാരങ്ങ നീരാണ്, അതും 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 2 പൊടികൾ വേണം. അപ്പോൾ 2 പൊടികൾ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉലുവ പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ചേരുവകളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പുതിനയിലയും വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള കുരുമുളകും കാന്താരിയും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കൂടി പോകാൻ പാടില്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായി വരും. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അവസാനമായിട്ടൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ട് എത്തണം. നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതുപോലെ വായ്ഭാഗത്തും എല്ലാ ഭാഗത്തുമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാലയാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് തരുന്ന സാധനം. അപ്പോൾ നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം മാറ്റി വെക്കുക. അപ്പോൾ മാറ്റി വെക്കുകയാണെങ്കിലാണ് നല്ലത്. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാതെ പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ മീനും നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പോൾ നമ്മുടെ 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ്. അതിപ്പോൾ ഞാനൊരു വാട്ടിയ വാഴയിലയിലാണ് പൊതിയാൻ പോകുന്നത്. അപ്പം ഞാൻ വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീനെടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് കുറച്ചും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ അകത്ത് വെള്ളമൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റീമർ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എടുത്തു വെച്ചിരുന്ന 3 മീനും ഞാൻ അതുപോലെ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇഡലി ചെമ്പാണ് വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഞാനിനി ആവി കയറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നേരത്തോളം ആവി കയറ്റണം. അപ്പോൾ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഉപയോഗിക്കാം. നമ്മുടെ മീനിൻ്റെ വലിപ്പം അനുസരിച്ചും കട്ടി അനുസരിച്ചൊക്കെ നമുക്ക് ടൈം തീരുമാനിക്കാം. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലാട്ടോ നമ്മൾ പൊള്ളിക്കാൻ പോകുന്നതിന്. അപ്പോൾ നമ്മുടെ ആവി കയറ്റിയ മീൻ നമുക്കിനി പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ആ ഇലയോട് കൂടി തന്നെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തീൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ നോക്കണം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ മീൻ ഒരു സൈഡ് നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ നല്ല വെള്ളം ഉണ്ടാവും. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഞാൻ ഇലയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള മീനാട്ടോ ഇത്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് സൈഡും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കഴിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. എന്നാലും എനിക്കിനി വീണ്ടും അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.